ഹലോ നമസ്കാരം. നമ്മുടെ ഹൈഡ്രോപോണിക്സ് ന്യൂട്രിയൻസിനെ കുറിച്ചുള്ള വീഡിയോകൾ ഇതിന് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ സാധാരണ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൃഷികൾക്കൊക്കെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ച് സക്സസ് ആയിട്ടുള്ളത്. സക്സസ് എന്ന് പറഞ്ഞാൽ വളരെ സക്സസ് ആണ്, അതുപോലെ വളരെ ചിലവ് കുറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പരീക്ഷണം എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് എനിക്ക് കുറച്ച് ഏലക്കൃഷിയുണ്ട് ഹൈ റേഞ്ചിൽ. അപ്പോൾ ഏലക്കൃഷിയിലെ ഒരു പോർഷൻ ഞാൻ നമ്മുടെ ഹൈഡ്രോപോണിക്സ് ന്യൂട്രിയൻസ് ഏതാണ്ട് 2700 TDS എന്നുള്ള കണക്കിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിലൊരു സ്ഥലമുണ്ട്, മണ്ടയിൽ സ്ഥലം. അപ്പോൾ അവിടെ ഞാനൊരു ടാങ്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ടാങ്കിൻ്റെ അവിടെ വെച്ച് നമ്മളൊരു ക്ലാപ്പറ്റ് വാൽവ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ക്ലാപ്പറ്റ് വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയില്ല, ഇടുക്കി ജില്ലയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ക്ലാപ്പറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്പെഷ്യൽ വാൽവാണ്. നമുക്കിതാ ഇതിങ്ങനെ ടാങ്കിൽ നിന്ന് വെറുതെ ഇതിലേക്ക് കൊണ്ട് ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഇത് കുത്തിയാൽ മാത്രമേ വെള്ളം വരുള്ളൂ. ഇത് പുറത്തേക്ക് എടുത്തിട്ട് ലോക്കാവും. അപ്പോൾ നമ്മൾ ഈ ടാങ്കിലേക്കാണ് നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ റേഷ്യോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം 2700 TDS വരുന്നതിന് എല്ലാ കോമ്പിനേഷനോടെയും ഒരു 3.5 കിലോ വളമാണ് നമുക്കതിന് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന കാൽഷ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്, മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, കൂടാതെ മൈക്രോ ന്യൂട്രിയൻസ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഇത്രയും സാധനമാണ് ഇതൊരു പ്രത്യേക റേഷ്യോയിൽ ചെയ്യണം. വെറുതെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കരുത്. ഇതെല്ലാം ഒരു പ്രത്യേക റേഷ്യോ ഉണ്ട് ഹൈഡ്രോപോണിക്സിന്. കാരണം ഇതിൽ ചേരുംപടി ചേരണം എന്ന് പറയുമ്പോൾ തന്നെ ആ റേഷ്യോയിൽ ചേർത്താൽ മാത്രമാണ് നമുക്കിത് പ്രിസിപ്പേറ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വളപ്രയോഗം മറ്റ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള എല്ലാ പ്ലാന്റിലും വളരെ സക്സസ് ആണ്. തക്കാളിയിലൊക്കെ നല്ല സൂപ്പർ റിസൾട്ട്. തക്കാളി, അതുപോലെ തന്നെ വെണ്ട, വഴുതന, അതുപോലെ നെൽകൃഷി. എൻ്റെ സുഹൃത്ത് നെൽകൃഷി ചെയ്തിട്ടുണ്ട്, എറണാകുളം ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആൾ 2 ടൈപ്പ് നെല്ല് ചെയ്തിട്ടുണ്ട്. ജപ്പോണിക്ക എന്ന നെല്ല് ചെയ്തിട്ടുണ്ട്, പിന്നെ സാധാരണ നമ്മുടെ നെല്ലും ചെയ്തിട്ടുണ്ട്. രണ്ടിലും നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷൂട്ടിയിൽ ഇപ്പോൾ ഞാൻ ഏലക്കൃഷി ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് സക്സസ് ആണെങ്കിൽ ഗുണം ചെയ്യുന്നത് വളരെ എക്കണോമിക്കലാണ്, വളരെ ചിലവ് കുറവാണ്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് കുറച്ച് മതി. ഇപ്പോൾ വളം നമ്മൾ വാരിയിടുന്നുണ്ട്. ഈ നമ്മുടെ 10-26-26 അല്ലെങ്കിൽ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫാക്ടംബോസ്, ഇതെല്ലാം ചാക്ക് കണക്കിന് മേടിക്കണം. അപ്പോൾ ഇതൊക്കെ ചാക്ക് കണക്കിന് മേടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ലേബർ ചാർജ് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒത്തിരി വരും. ഇത് പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അയോണിക് ഫോമുള്ള വളങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടി അബ്സോർവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ചോട്ടിൽ മാത്രമല്ല, സമൂലം ചെടിക്കൊന്ന് സ്പ്രേ പോലെ കൊടുക്കുകയും ചെയ്യാം, ചോട്ടിലും കൊടുക്കാം. നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനിതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നിറച്ചതിന് ശേഷം ഇത് വെറുതെ അല്ല ചെയ്യണം. വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ TDS മെഷർ ചെയ്യണം. TDS മെഷർ ചെയ്യാൻ വേണ്ടി ഒരു TDS മീറ്റർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് TDS മീറ്റർ. അപ്പോൾ വളം നിറച്ചതിന് ശേഷം നമുക്ക് TDS നോക്കണം. TDS ഒരു 2700 ഇത്തവണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2700 റിസൾട്ട് നമുക്കൊരു 10 ദിവസം കൊണ്ട് അറിയാം. അതിനുശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ നോർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇതിനനുസരിച്ച് ഞാനിതിൻ്റെ അപ്ഡേഷൻ ഇട്ട് തരാം. അപ്പോൾ ഇതിൽ നമ്മൾ 500 ലിറ്ററിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ കൂട്ടുന്നത്. ഈ പ്രോപ്പർട്ടി ഇവിടെയാണ് 10-200 ചില്ലാൻ ചെടിയുണ്ട് ഞാൻ നിൽക്കുന്ന ഈ പ്ലോട്ടിൽ. അപ്പോൾ ഇതിൽ എത്ര ബാരൽ വേണമെന്ന് എനിക്കറിയില്ല. ഇന്ന് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.